ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നതുണ്ടല്ലോ, എന്താ പറയുക, പനമ്പള്ളി നഗറിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പനമ്പള്ളി നഗറിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ വെറുതെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്, സാധാരണ ചേട്ടനുള്ള സമയത്തൊക്കെ തന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിയുമ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യുക എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഇന്നും പതിവ് പോലെ നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ഫെജിയുടെ ഒരു ക്രിസ്മസ് കാർണിവൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മ വന്നു. അപ്പം ഞാൻ പിന്നെ വേഗം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഇതിന് പോയത്. അതെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മളൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, പനമ്പള്ളി നഗറിലേക്ക് ഈ ഇടയായിട്ട് കുറച്ച് നാളായിട്ട് പോകാനായിട്ട് എനിക്ക് വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് അവിടെ നടന്ന് കുറേ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഫുഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ എനിക്ക് നല്ല ആക്രാന്തം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നേരെ പനമ്പള്ളി നഗറിലേക്ക് വിട്ടു. പിന്നെ ഇതിനു മുമ്പും നമുക്ക് ഫെജിയുടെ കാർണിവൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോഴുണ്ടല്ലോ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ കയറി വരുമ്പോൾ ഉള്ള സീനുകളാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. എന്തൊക്കെ തരം ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെന്ന് അറിയുണ്ടായിരുന്നത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതും നല്ല വെറൈറ്റി സാധനങ്ങൾ. ഞാൻ തൃശ്ശൂരത്തെ ക്രിസ്മസ് കാഴ്ചകളുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എറണാകുളത്തും തൃശ്ശൂരും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങളായിരുന്നു കേട്ടോ, ഐറ്റംസ് ആയിരുന്നു. പക്ഷേ തൃശ്ശൂർ ആസ് യൂഷ്വൽ നമ്മളുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഉണ്ടാവാറുള്ള പോലെ തന്നെയുള്ള ഒരു സാധനങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു 2-3 കളറ് ട്രീകൾ മാത്രമാണ്. അതല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന ഈ ഫെജീര കാർണിവലിൽ ഉണ്ടായിരുന്ന ആ ഒരു ഐറ്റംസ് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. അത്രയും രസകരമായിട്ടായിരുന്നു ഓരോ സാധനങ്ങളും ഉണ്ടായിരുന്നത്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോന്നും ഭയങ്കര രസമാണ്. അതുമാത്രമല്ല, പ്രൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 10 രൂപ തൊട്ട്, എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ പറയുന്നത്, 10 രൂപ തൊട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാവശ്യവും ക്രിസ്മസിന് കൂടുതലും ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുക, ഇപ്പം തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ റോഡിൽ നിന്ന് വാങ്ങിക്കാമെന്ന് ചിന്തിക്കും. ഇവിടെ എറണാകുളത്ത് നിന്നാണെങ്കിൽ നമ്മൾക്ക് ബ്രോഡ്വേ എന്ന് അവിടുത്തെ ആ ഒരു തിക്കിനും തിരക്കിനും ഇടയ്ക്കൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്യുമ്പോഴാണ് ഒരു സുഖം. പക്ഷേ ഈ പ്രാവശ്യം ബ്രോഡ്വേയിലും നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ. നിങ്ങളുടെയും ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ആയിരുന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടില്ലേ, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ആക്ച്വലി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രീമിയം പ്രോഡക്ട്സ് ആണ്. നമ്മൾ നോർമൽ കാണുന്നതിനേക്കാളും എന്ത് സാധനങ്ങളാണെങ്കിലും ഇപ്പം ചിലതൊക്കെ നമുക്ക് പുറത്തും കിട്ടുമായിരിക്കും, പക്ഷെ അതിനേക്കാളും ക്വാളിറ്റി വൈസ് നല്ല സൂപ്പർ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. അത് ആക്ച്വലി അതൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വീടുകളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിൽ വരുന്ന ടൈപ്പ് ഓഫ് വീടുകളുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീടുകൾ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു കൂടുതലും. നമ്മളുടെ കുറച്ച് പഴക്കമുള്ള ഒരു ടൈപ്പ് ഓഫ് വീടുകളിൽ നമ്മൾക്ക് ഇതൊക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം ചിന്തിക്കേണ്ടി വരും. കാരണം ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചധികം ചിന്തിക്കേണ്ടി വരും. പക്ഷെ പുതിയ ടൈപ്പ് ഓഫ് വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു സംശയമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചിലതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാതിരുന്നത് കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. ആക്ച്വലി ഞാൻ സാധാരണഗതിയിൽ ഇൻഡോർ ഡെക്കോസ് പതിവില്ല കേട്ടോ എനിക്ക്. ഞാൻ കൂടുതലും ജസ്റ്റ് നമ്മളൊരു ട്രീ വെക്കും, പിന്നെ സ്റ്റാർ ഇടും, പുൽക്കൂട് വയ്ക്കും. ഇതാണ് നമ്മളുടെ നോർമൽ എന്താ പറയുക ടൈപ്പ് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വിട്ട് കുറച്ച് ചെയ്യണം എന്നൊക്കെ ഈ പ്രാവശ്യം തോന്നിയതാണ്. പക്ഷേ നമ്മളുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, മാനസിക അവസ്ഥ കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് എന്നാ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കുഞ്ഞുമക്കളുടെ വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും നമ്മളുടെ
പ്രോബ്ലംസ് ഒന്നും തന്നെ നമുക്ക് അവരെ അറിയിക്കാൻ പറ്റില്ല. ഇനി അറിയിച്ചാൽ പോലും നമുക്ക് ഇതൊന്നും ചെയ്യണ്ട എന്നുള്ളത് കുഞ്ഞുങ്ങളോട് പറയാനോ അവരോട് എന്താ പറയുക കമ്പൽ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പം ഞാൻ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എത്ര ഇപ്പോൾ ഒരു മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പലരും ഒരു വർഷത്തേക്ക് ആ വീട്ടിലത്തെ ആഘോഷങ്ങളെല്ലാം വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ അങ്ങനെയായിരുന്നില്ല. അപ്പച്ചൻ പറയും പിള്ളേർ അത് എൻജോയ് ചെയ്തോട്ടെ, അതുകൊണ്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. പിന്നെ ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് അത് എന്താ പറയുക, അത് നമ്മളിപ്പോൾ ആഘോഷങ്ങൾ വേണ്ടാന്ന് വെക്കണോ വേണമെന്ന് വെക്കണോ അതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്നേഹം കൂടുതലായതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു ദുഃഖം ആചരിക്കാൻ ഒരു വർഷം എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പെരുന്നാളുകളൊക്കെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പെരുന്നാളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കും. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നിയത് ഈശോയെ നമുക്ക് കിട്ടിയ ഒരു ദിവസം, നമ്മളുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ എന്തോരം വലുതാക്കി സെലിബ്രേറ്റ് ചെയ്താലാണ് നമുക്ക് മടുപ്പ് തോന്നില്ലല്ലോ അല്ലെ? എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അത്രയധികം ഗിഫ്റ്റുകൾ കിട്ടുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഈശോയുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളത് എത്രയും നന്നായിട്ട് ആഘോഷിക്കണം എന്നുള്ളതാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ എല്ലാ രീതിയിലും കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോർമൽ ഞാൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഈ പ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോർണറും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂരുകാർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അതായത് മരിയ റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് ബെല്ല മരിയ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സ്ഥാപനത്തിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ജ്വല്ലറീസ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറീസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇവിടുത്തെ എറണാകുളത്തെ ക്രിസ്മസിൻ്റെ ഫെജിക്കാരുടെ ക്രിസ്മസ് കാർണിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ അവസ്ഥ കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫെജിക്കാർ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അതുമാത്രമല്ല കേട്ടോ, ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെജിയുടെ ഇതേ ഐറ്റംസ് തന്നെ വെച്ചിട്ട് തൃശ്ശൂർ അവർ ഒരു പ്രീമിയം പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോയി കണ്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇച്ചിരി ടയേർഡ് ആയിരുന്നു ആ ഒരു ടൈമിലൊക്കെ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്തിരി അധികം ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊന്നും പോയി വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പബ്ലിക്കായിട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു മാനസികാവസ്ഥ ആയിരിക്കണമെന്നില്ല നമ്മളുടെ ഉള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ എടുക്കുന്ന നമ്മളുടെ ഹാപ്പിനെസ് ഒക്കെ അവിടെ കാണിക്കുമ്പോൾ അറിയില്ലല്ലോ എങ്ങനെയാണെന്ന്, ഓരോരുത്തരും എന്തൊക്കെ സിറ്റുവേഷനിലാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിയുന്നതും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി സാധനങ്ങളായിരുന്നു. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് കാണുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. വാങ്ങിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുമെങ്കിലും ചെയ്യുക. അത്രയും രസകരമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളതും അതല്ലെങ്കിൽ നല്ല പ്രീമിയം ക്ലാസി പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് മാത്രം വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ തന്നെ വളരെ ഭംഗിയായിട്ട് തോന്നും കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാം ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കുറച്ച് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതും വേറൊരു കാര്യമാണ്. ഞാനിതിപ്പോൾ ആൾക്കാരില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് കൂടുതലും വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ബെല്ലാമരിയയുടെ ജ്വല്ലറീസിനെ പറ്റി പറഞ്ഞില്ലേ, അതായത് കൂടുതലും കൊറിയൻ ജ്വല്ലറീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ജ്വല്ലറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു ജ്വല്ലറി കളക്ഷൻ ഉണ്ടാവുന്നു ഞാൻ അറിയണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ തൃശ്ശൂർ പോയിട്ട് പിന്നീട് ക്രിസ്മസിന് പോയപ്പോൾ, നിങ്ങൾ തൃശ്ശൂർ ക്രിസ്മസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബെല്ലാമരിയയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എപ്പോഴും കൂടുതലും ഉണ്ണിക്കും കൂടിയിട്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൾക്കും കൂടി വേണം. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറേ സാധനങ്ങൾ, അതായത് ക്രിസ്മസിന് വേണ്ട ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളും ടേബിൾ മാറ്റ്, കുഷ്യൻ കവേഴ്സ്, അതുപോലെ റണ്ണേഴ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.
ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടോ. ഞാൻ വാങ്ങിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു പീക്കിരികൾക്ക് പറ്റിയ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നേരം എടുത്തിട്ട് ഈ സംഭവം എടുത്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പീക്കിരി കുട്ടി നിൽക്കുന്നില്ല, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഓസ്മോൾക്ക് ഞാൻ ഇതൊക്കെ കുറേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം 2 ദിവസം കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ കിടക്കും. അങ്ങനെയായിട്ടാണ് ഞാൻ പതിയെ പതിയെ നിർത്തിയത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബെല്ലാമരിയുടെ കളക്ഷൻസ് വരുന്നത്. നല്ല നല്ല ഇയറിങ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കണേ. നല്ല എന്താ പറയുക, ഈ ബാംഗിൾസ് ഒക്കെ കണ്ടോ, കഫ് ടൈപ്പ് ബാംഗിൾസ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് കുറെ ജ്വല്ലറീസ് ആണ്. ഞാൻ ഇവരുടെ ഷോപ്പിൽ നിന്ന് തൃശ്ശൂർ പോയപ്പോൾ അവിടെ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പൊ ദേ ഈ ഇരിക്കുന്നതാണ് കേട്ടോ ബെല്ലാമരിയുടെ ഓണർ ആയിട്ടുള്ള ആ ലേഡി. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ ക്രിസ്മസ് കാഴ്ചകൾ. ബാക്കി നിങ്ങൾ ഇങ്ങനെ കണ്ടു നോക്കൂ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് നിങ്ങൾ കമന്റ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ്, നല്ല രസമുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ നമ്മൾ എടുത്തിട്ട് അത് ഇട്ട് നോക്കുമ്പോൾ എല്ലാം ഒന്നും നമുക്ക് സ്യൂട്ട് ആവില്ല. ഞാൻ ആദ്യം തന്നെ ആക്ച്വലി കുറേ ബാസ്ക്കറ്റിൽ വാരി ഇട്ടു, പല ടൈപ്പ് ഓഫ്. പിന്നെ ഉണ്ടല്ലോ അധികം പ്രൈസും ഉണ്ടായിരുന്നില്ല കേട്ടോ, വലിയ പ്രൈസ് ഇല്ലാത്ത രീതിയിലാണ് അവർ, അതായത് ഒരു നല്ല ഡീസൻറ്റ് പ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രൈസിങ്ങിലായിരുന്നു ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. എന്ത് രസമുള്ള ജ്വല്ലറീസാണ് ഇതൊക്കെ. പക്ഷേ ഇതെന്താണെന്ന് പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ വാരി ഇട്ട് നോക്കാനായിട്ട് ഇട്ടിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ പലതും സ്യൂട്ടായില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്കുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ട് സെൽഫായിട്ട് ഒരുങ്ങാൻ എനിക്കറിയില്ല. അതേസമയം വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സിന്റെ കൂടെ അതിങ്ങനെ പെയർ ചെയ്ത് കാണുമ്പോൾ എനിക്ക് നല്ല ഇതിങ്ങനെ ചെയ്യായിരുന്നില്ലേ, നല്ല രസമുണ്ടല്ലോ. പക്ഷെ എനിക്ക് ചെയ്തു വരുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. പക്ഷെ നല്ലതാണെന്ന് എന്നോട് പലരും പറയാറുണ്ടെങ്കിലും എനിക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടാറില്ല. എനിക്ക് എപ്പോഴും കുറച്ച് വലിയ ജ്വല്ലറീസ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരു കൊള്ളാലോ എന്നുള്ളൊരു സംഭവം വരില്ലേ, ആ സംഭവം വരണമെങ്കിൽ എനിക്ക് കുറച്ച് വലിയ വലിയ ജ്വല്ലറീസ് ഇടുമ്പോഴാണ് കേട്ടോ. ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചു, അപ്പൊ ഇട്ട് നോക്കിയിട്ട് കുറച്ച് നന്നായിട്ട് തോന്നിയത് കുറച്ചെണ്ണാണ്, അതൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ എന്താ പറയാ, പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് തന്നെ ആക്രാന്തം പിടിച്ച് അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും വാങ്ങിച്ചു കൂട്ടാൻ പറ്റിയില്ല. പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഇപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകളിൽ ഇങ്ങനത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ഗോൾഡ് ആണ് എന്ന ഒരു ഗോൾഡിന്റെ കളർ ഒത്തിരി മിക്സ് ചെയ്ത് എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ഗോൾഡുകൾ, എന്നാൽ ഭയങ്കര മഞ്ഞപ്പൂല്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറച്ച് ഗോൾഡൻ ഷെയ്ഡിലുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ആ കാണുന്ന മണിമണി പോലത്തെ സാധനം ഉണ്ടല്ലോ, ബെറീസിന്റെ, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് 10 രൂപ തൊട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് അതാണ്. പിന്നെ നേരത്തെ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, സ്മെല്ലുള്ളത് ഉണ്ടായിരുന്നു, അല്ലാത്തുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ, അതായത് ഫ്ലവേഴ്സിൽ വെക്കാൻ പറ്റിയിട്ടുള്ള, ബേസിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ, അങ്ങനത്തെ കുറെ ഇതൊക്കെ കണ്ടോ, നമുക്ക് ചുമരിൽ ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കാം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും ഡെക്കോർ പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിഡിലൻ കളക്ഷൻസ് ആയിരുന്നു. ഞാൻ എവിടെയും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര വൈഡ് ആയിട്ടുള്ള കളക്ഷൻസോ ഒന്നും കണ്ടിട്ടില്ല. ആക്ച്വലി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ലൈറ്റുകളായിരുന്നു ഈ പ്രാവശ്യം ക്രിസ്മസിന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. റോസ്മോളുടെ ഒരു ഫ്രണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തത് ഇങ്ങനത്തെയാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഒരു ക്രിസ്മസ് പപ്പയും ട്രീയും അങ്ങനെയൊക്കെ കൂടി നിൽക്കുന്ന ഒരു മഞ്ഞിൽ ക്രിസ്മസ് ട്രീയോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാന്റാക്ലോസിന്റെ പിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് അവൾക്ക് കൊടുത്തത്. അവളും വേറൊരു ലൈറ്റ് ഉള്ള ഒരു സംഭവമാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉണ്ണിക്ക് അങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫ്രണ്ട്സിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ അതുപോലെ ഗ്രീറ്റിംഗ് കാർഡ്സ് അവളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. ലെറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചിട്ട് അവളുടെ ഫ്രണ്ട്സിന് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് കണ്ട് കുറച്ച് നല്ല രസമായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റാൻഡല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് ഒരു വീടുകൾക്ക് ഭയങ്കര ലുക്കായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടിന്റെ ഇന്റീരിയറും മൊത്തം സ്റ്റൈലൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് പൊളിച്ച് പണിത് റിനോവേറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും, എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ട്രീ കണ്ടോ, നല്ല ഫുള്ള് സ്നോ വീണ പോലത്തെ ട്രീ ഒക്കെ നല്ല രസമുണ്ട്. നോർമൽ ഒരു വൈറ്റ് ആ ഒരു ലീഫ്, അങ്ങനത്തെ ആ ഗ്രീൻ ലീഫിനെ വെറുതെ കളർ ചേഞ്ച് ചെയ്തതല്ല, ഈ വൈറ്റിന്റെ ഗ്രീൻ ലീഫ് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ട്രീ ആയിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിക്കേറ്റിട്ടുണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇടയ്ക്ക്
ഇടയ്ക്ക് മിക്സ് ചെയ്തത്. അതിന്റെ കൂട്ടത്തിലാവുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.